ഹലോ എവരിവൺ, ഇൻഫോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെന്റ് സബ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഇന്നലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അസൈൻമെന്റ് സബ്മിഷൻ ഡേറ്റ് ആണ് അതിൽ പറയുന്നത്. സോ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നത് പ്രകാരം 2023 ജനുവരി അഡ്മിഷന്റെ 4ാം സെമസ്റ്റർ അസൈൻമെന്റ്, 2023 ജൂലൈ അഡ്മിഷൻ 3ാം സെമസ്റ്റർ അസൈൻമെന്റിന്റെയും 2024 ജനുവരി അഡ്മിഷൻ BCAയുടെ 3ാം സെമസ്റ്റർ അസൈൻമെന്റുകളുടെ ഈ മേൽപ്പറഞ്ഞ 3 കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിന്റെയും അസൈൻമെന്റുകൾ വയ്ക്കാനുള്ള സബ്മിഷൻ ഡേറ്റ് നിലവിൽ ജൂൺ 30 വിത്തൗട്ട് ഫൈൻ. ഓൺലൈൻ ആയിട്ടാണ് നിങ്ങൾ അസൈൻമെന്റുകൾ വയ്ക്കേണ്ടത്. ജൂൺ 30 ഫൈൻ ഇല്ലാതെ നിങ്ങൾക്ക് അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ജൂലൈ 11 വരെ 50 രൂപ ലേറ്റ് ഫീസോടുകൂടിയും ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് കഴിഞ്ഞ ഇയറിൽ ജൂലൈ സെക്ഷനിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന് ഒരു ഡൗട്ട് വന്നിട്ടുണ്ട്, അവരുടെയും സബ്മിഷൻ ഡേറ്റ് ഇതാണോ എന്ന്. പക്ഷെ അല്ല, 2024 ജൂലൈ സെക്ഷൻ സ്റ്റുഡൻസ് ഇൻടേക്ക് 5 കുട്ടികളുടെ സെക്കൻഡ് സെമസ്റ്റർ അസൈൻമെന്റുകൾ ഇപ്പോൾ റൺ ആവുന്നുണ്ട്. അവർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ സബ്മിഷൻ ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. മേ ബി ഈ ജൂൺ ജൂലൈ സമയത്ത് തന്നെ എന്തായാലും അസൈൻമെന്റ് ഡേറ്റ് വന്നേക്കാം. സോ പ്രിപ്പയർ ചെയ്യാൻ ഉള്ള കുട്ടികൾ പെട്ടെന്ന് തന്നെ അസൈൻമെന്റുകൾ തയ്യാറാക്കുക. അപ്പോൾ കഴിഞ്ഞ സെക്ഷനിലെ പോലെ ഇനി തൊട്ടെല്ലാം ഓൺലൈനായിട്ട് തന്നെയാണ് അസൈൻമെന്റുകൾ വെക്കേണ്ടത്. ഓരോ അസൈൻമെന്റ് നമ്മൾ എഴുതി തയ്യാറാക്കിയിട്ട് ഫോട്ടോ എടുത്ത് PDF ആക്കി 10 MB താഴെയാക്കിയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് നമ്മൾ ഓൺലൈനായിട്ട് PDF ആക്കി അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ നമ്മൾ മുമ്പ് ഇതേ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഡൗട്ടുള്ള കുട്ടികൾക്ക് അത് കണ്ടു നോക്കാവുന്നതാണ്. ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരുപോലെ നമ്മൾ ഒരേ ഉത്തരം അസൈൻമെന്റുകളിൽ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് അവർ ആ ഒരു അസൈൻമെന്റുകൾ റിജക്റ്റ് ചെയ്യുന്നതാണ്. മീൻസ് അതൊരു കോപ്പി ആയിട്ട് കണക്കാക്കുന്നതാണ്. സോ നിങ്ങൾ PDF ഒക്കെ നോക്കി ഇപ്പോൾ ഒരു 5 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ 5 പേര് ഒരുപോലെ എഴുതുവാണെങ്കിൽ അത് നിങ്ങളുടെ അക്കാഡമിക് കരിയറിനെ ബാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇൻഫോടെക് അസൈൻമെന്റ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സോൾവ്ഡ് അസൈൻമെന്റ്സ് ഇൻഫോടെക് ഇവിടെ കൊടുക്കുന്നില്ല കേട്ടോ. ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ PDF ആയിട്ട് കൊടുക്കുന്നുണ്ടോ എന്ന്. ഞങ്ങൾ PDF ഇവിടെ കൊടുക്കുന്നില്ല. കാരണം നമ്മൾ PDF പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് റീഷെയർ ആയി പോകും. ഓൾസോ ഒരേ രീതിയിൽ ഒരേ ഉത്തരം തന്നെ ഒരുപാട് കുട്ടികൾ എഴുതും. അത് ശരിയാവില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സോൾവ്ഡ് അസൈൻമെന്റ് കൊടുക്കുന്നില്ല. പക്ഷെ അതിന് പകരമായിട്ട് ഹാൻഡ് റിട്ടൺ അസൈൻമെന്റ്സ് നമ്മളിവിടെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ഹാൻഡ് റിട്ടൺ അസൈൻമെന്റ്സ് എന്ന് പറയുമ്പോൾ ഓരോ കുട്ടികൾക്കും യുണീക്കായിട്ട് ഡിഫറെൻറ്റ് മെത്തേഡിൽ അസൈൻമെന്റുകൾ ഇവിടെ എഴുതി തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തിരക്കുള്ള ആൾക്കാരാണ്, അസൈൻമെന്റ് എഴുതാനായിട്ട് ഒട്ടും സമയമില്ല എങ്കിൽ മാത്രം ഞങ്ങൾക്ക് ഹാൻഡ് റിട്ടൺ അസൈൻമെന്റ്സിന് ഓർഡർ തരാവുന്നതാണ്. സോ ഓർഡർ തരാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ത്രൂ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.